നമസ്കാരം കൂട്ടുകാരെ. ആൻഡ് ഇത് യൂട്യൂബിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ. സോ ഇതാണ് പുതിയ ഭാവി എന്നാണ് പറയുന്നത് യൂട്യൂബിൽ. ആൻഡ് ഞാനൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്. ഫെയ്ത്തിൻ്റെ അടുത്ത് ഇത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം, എല്ലാവർക്കും ഞാൻ പറയില്ല. സോ ഞാൻ ഭയങ്കര ധർമ്മസങ്കടത്തിലാണ്. സംഭവം എന്താ വെച്ചാലേ, ഞാൻ പ്രൈസ് ഇത് എനിക്ക് ഒരുപാട് ക്വാണ്ടിറ്റി സെല് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലല്ല ഞാൻ ഈ സാധനം സെറ്റ് ചെയ്ത്. അപ്പം അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് റേറ്റ് കൂടുന്ന സെൻസ് ഞാൻ യൂസ് ചെയ്യുന്ന ഡെനിം കുറച്ച് എന്താണ് പറയുന്നത്, കുറച്ച് അടിപൊളി ഡെനിമാണ്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് പർച്ചേസ് ചെയ്യുമ്പം. ഞാനങ്ങനെ നിരത്തി സെല് ചെയ്യാനൊരു മൂഡ് അങ്ങനെയല്ല, ചറപ്പറ സാധനങ്ങൾ സെല് ചെയ്യണമെന്നില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, വലിയൊരു ക്വാണ്ടിറ്റിയിലല്ല ഞാൻ അടുപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ടൈലറിങ് ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആകെ ഈ ബ്രാൻഡിന് പറയാനുള്ളത് നമ്മൾ ഫിറ്റിങ്സ് എങ്ങനെ അടിപൊളിയാക്കുന്നത് എന്നുള്ളതാണ്. ലൈക്ക് ഒരു പരസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഫിറ്റിങ്സിൽ നമ്മളൊരു സൊല്യൂഷൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രൈസ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറേ ആലോചിച്ചു, ലൈക്ക് ബിസിനസ് വൈസ് ആലോചിക്കുമ്പം എന്താണ്, അങ്ങനെ ആളുകൾ ചോദിക്കുന്നതിനനുസരിച്ച് വില കുറച്ച് കൊടുക്കുക എന്നുള്ളതല്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ ആലോചിക്കുന്നത് ഒരു കോടീശ്വരന്മാരെ ബ്രാൻഡായിട്ടല്ല പ്രാഥമികമായിട്ട് ഞാനിതിനെ ആലോചിക്കുന്നത്. അപ്പം എല്ലാവർക്കും സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ അവരെയും കൂടി കൺസിഡർ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പം പ്രൈസ് കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് ചെറിയ രീതിയിൽ പ്രൈസ് കുറയ്ക്കണം എന്നുള്ളത്. സോ അതിൻ്റെ നെട്ടോട്ടത്തിലാണ്. പക്ഷേ എനിക്ക് ഒരുപാട് എൻക്വയറി വന്നു. ഇത് ഞാൻ ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സാധനം പറയുന്നത്. നൈസായിട്ടൊരു ഒരേലോ അറിഞ്ഞില്ലോ അല്ലേ. ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സാധനം പറയുന്നത്. ഒരു 86 എൻക്വയറി എങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷേ ഒന്നും ക്ലോസ് ആയില്ല. പ്രൈസ് പറയുമ്പോൾ ആൾക്കാർ ഓടുകയാണ് ചെയ്യുന്നത്. 2-3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഞാൻ റൈറ്റ് ഓഡിയൻസിലേക്കല്ല ക്യാമ്പയിന് പോകുന്നത്. അതായത് ഇതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെയാണെന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഓഡിയൻസിലേക്കല്ല. ഞാനിത് ട്രയൽ ഇട്ടതാണെങ്കിൽ കൂടെ റൈറ്റ് ഓഡിയൻസ് അല്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ വല്ലാണ്ട് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ എനിക്ക് തോന്നുന്നു, കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ബ്രാൻഡിൻ്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷേ വെൽ നോൺ, അതായത് ആൾക്കാർ ഉപയോഗിക്കുന്ന കുറച്ച് കാലങ്ങളായിട്ട് മാർക്കറ്റിലുള്ളൊരു ബ്രാൻഡ്. 500 രൂപയ്ക്കൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഡെനിം ഇത് സെല് ചെയ്യുന്നത്. അത് ഞാനത് നോക്കി, ഞാൻ വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെനിമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ സെല് ചെയ്യുന്ന പോലുള്ള ഡെനിം അല്ല എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സമാധാനമായിട്ട് തോന്നിയത്. പിന്നെ ഫിറ്റിങ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ഇതിൽ തന്നെ പറയുന്ന ഫിറ്റിങ്സ് കുറച്ച് അടിപൊളിയാണ്. അതായത് കുറച്ച് ബമ്പ് ഇല്ലാത്ത ആണുങ്ങളെ മെയിൻ പ്രശ്നമാണെന്ന് വിചാരിക്കുക ഒട്ടുമിക്ക ആൾക്കാർക്കും. അതായത് കേരള ബ്രീഡ് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ലൈക്ക് മെലിഞ്ഞ് കുറച്ച് ബാക്ക് ഭാഗം കുറവുള്ള ആൾക്കാരാണെങ്കിൽ ജീൻസിൻ്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഒട്ടിക്കിടക്കും. അങ്ങനെ ആൾക്കാർ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. ഞാനൊക്കെ അത് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഏത് ജീന് വാങ്ങിയാലും, നമ്മൾ ഒരു കുറച്ച് കാശൊക്കെ കൊടുത്തൊരു ജീന് വാങ്ങിയാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പൈസക്ക് ഇട്ടിട്ട് നമുക്കൊരു മാനസിക സന്തോഷം കിട്ടില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മേജർ ഉദ്ദേശം. അപ്പം അതിന് ഞാൻ എനിക്ക് കുറേ എന്താ പറയുക ക്രൈറ്റീരിയാസ് ഉണ്ട്. ഡെനിം ഇങ്ങനെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സാധനം ഇന്ന രീതിയിൽ വേണം എന്നൊക്കെയുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ ഈ ക്രൈറ്റീരിയകളെല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് ഞാൻ ഇതിനെ സെറ്റ് ചെയ്തത്. സോ അപ്പം പ്രൈസിൻ്റെ കാര്യത്തിൽ ഞാനിങ്ങനെ ഒരു സ്റ്റക്കിങ് മൂഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് ഞാൻ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ കുറച്ച് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കുറയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ, എനിക്കറിയാം. പക്ഷേ ഇത്ര ആൾക്കാരുണ്ട്, അവർ ചിലപ്പം സാമ്പത്തിക സ്ഥിതി കുറച്ച് ഇത് റൈറ്റ് വേ അല്ല കേട്ടോ, ബ്രാൻഡിൻ്റെ റൈറ്റ് വേയിലല്ല ഞാൻ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. ഒരു ഗുഡ് സൈഡ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു ഒരു മാനസിക ഇതിലാണ് ഞാൻ. ലൈക്ക് ഇതൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ട് സെല് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രീമിയം പ്രൊഡക്റ്റ് ഇൻ ദ സെൻസ് അങ്ങനെ ഒരു അങ്ങനെയല്ല, ലൈക്ക് ഒരു 10 പീസ് അങ്ങനെ സെല് ചെയ്ത് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. സൂൺ ഇത് സോൾവ് ചെയ്യും. ആൻഡ് ഇത് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. റെസ്പോൺസ് ഇൻ ദ സെൻസ് ഇത് ആൾക്കാർ ആവശ്യമുണ്ട് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് തന്നെ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കൂട്ടുന്നുണ്ട്. ആൻഡ് എന്തോ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഈശ്വരം, അത് എന്തോ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭീകരമായിട്ട് ഇതിൽ എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അതാണ് അതിൻ്റെ ബ്ലാ ഷീറ്റൊക്കെ. ഇനി ഞാൻ കുറേ രസകരമായിട്ടുള്ള ഐഡിയകളിലൂടെയാണ് പണ്ടത്തെ കാലം, അതാണ് ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത്. ഈ ബ്ലോഗിൻ്റെ മേജർ ഉദ്ദേശം അതാണ്. പണ്ട് കാലത്തെ ഞാൻ എൻ്റെ ഒരു പഴയ കാലം എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു 90s മോഡലാണ്. അപ്പം നമ്മളെ കാലത്ത്
ഫാഷൻ ഭയങ്കര എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ? ഇന്നത്തെ പോലെ ജിയോ പരിപാടിയൊന്നുമില്ല, ജിയോ ഇൻ്റർനെറ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടണമല്ലോ, ഇൻഫർമേഷൻ നമ്മൾ കാണണമല്ലോ അത് എവിടെയെങ്കിലും. ഞാൻ കാലിക്കറ്റാണ് ജനിച്ച് വളർന്നൊക്കെ കാലിക്കറ്റ. അപ്പോൾ കോഴിക്കോടിനൊരു സുഖമുള്ളതെന്ന് വെച്ചാൽ കോഴിക്കോടിൻ്റെ ട്രെൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട് ഒരു ഭയങ്കര, എനിക്കെപ്പോഴും തോന്നിയൊരു സാധനം, ഭയങ്കര സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു 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 സ്റ്റൈൽ കൾച്ചറുള്ള സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ അങ്ങനെ എൻ്റെ നാടായതുകൊണ്ടും തോന്നുന്നതായിരിക്കും എനിക്ക് ചിലപ്പോൾ. അങ്ങനെ ഞാനൊരു വിദ്വേഷം ഉണ്ടാക്കാൻ പറയുന്നതല്ല, ബട്ട് ഐ ഫീൽ ലൈക്ക് ദാറ്റ്. സോ അപ്പം ഞങ്ങൾക്കാകെ ട്രെൻഡിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? കോഴിക്കോട് കുറച്ച് മുട്ടായി തെരുവിലൊക്കെ പോയി കുറേ ഷോപ്പുകളുണ്ട് ഭയങ്കര അടിപൊളി. അന്നത്തെ കുറേ പേരുകൾ, ന്യൂയോർക്ക്, യോബോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേരുകളുണ്ട് ഇതിനകത്ത്. സോ ഇപ്പോഴും ഉണ്ട്, ന്യൂയോർക്കൊക്കെ ഇപ്പോഴും ഉണ്ട്. ആൻഡ് അപ്പം അവിടെ നിന്നാണ് നമുക്ക് ഈ സമയത്തെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക അവിടെ നിന്നാണ്. സോ അവിടെ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ അവിടെ ആ ട്രെൻഡ് അനുസരിച്ചിട്ട് ഇവർ ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന ആൾക്കാരാട്ടോ. അപ്പം ഞങ്ങളൊക്കെ അവിടെ നിന്നാണ് അധിക സാധനങ്ങൾ എടുക്കുക. ആൻഡ് എനിക്ക് വന്നൊരു മാറ്റം പറഞ്ഞിട്ട്, ഇത് ഓവർ പ്രൈസ്ഡ് ആണെന്ന് എനിക്കറിയാം. അതായത് ഭയങ്കര റേറ്റാണ്, ഭയങ്കര റേറ്റ് ഇൻ ദ സെൻസ് കിളി പോകുന്ന റേറ്റാണ് ഉണ്ടാവുക. അന്നത്തെ റേഞ്ചിൽ 1000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ്. അന്ന് ടീഷർട്ടിനൊക്കെ ഒരു ഇത്തരം മേജർ ഷോപ്പിൻ്റെ പേരിലാണ് ഇതിൻ്റെ റേറ്റ് വരിക. അതുപോലെ അങ്ങനെ ഭയങ്കര പഞ്ചിലാണ് ഷോപ്പുകൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ലൈക്ക് ഇപ്പം എന്താ ബ്രാൻഡ് വാല്യൂ പോലെയാണ്. അപ്പം ഈ റേറ്റിന് ഈ സാധനം എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ. ഞാൻ അത്ര വലിയ സാമ്പത്തിക സ്ഥിതി അല്ല, എവിടെന്നെങ്കിലൊക്കെ ഉരുക്കിയിട്ട് കൊണ്ടുപോകുക, സാമ്പത്തികമൊക്കെ ഒരുക്കുക അച്ഛനോടൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, നമുക്കത് ഓവർ പ്രൈസ്ഡ് ആണ്, അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ ആ രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അതർ സോഴ്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികം ഞാൻ അന്നേ കുറച്ച് ചെയ്യാൻ വേണം, പക്ഷേ നമുക്ക് കുറച്ച് എന്ത് ചെയ്യണം, നമുക്ക് ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു സാധനം വേണമെന്നുള്ള നിർബന്ധമുള്ള ഒരു പ്രത്യേക ടൈപ്പ് വൃത്തിയിട്ടവനായിരുന്നു ഞാൻ. സോ ട്രെൻഡിൻ്റെ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടുന്നു ആൻഡ് ഈ സാധനം എവിടെ നിന്ന് സോഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ പ്രശ്നം. ഞാൻ പറയുന്ന ഞാൻ +2 ഒക്കെ പഠിക്കുന്ന വർഷം ഏതാ, 2000 തോന്നുന്നുണ്ട്, ഓർമ്മയില്ല, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആൻഡ് നമുക്ക് അന്നപ്പോഴാണ് നമ്മൾ മലയാപ്പുറം ഒരു ചാൾസ് എന്ന് പറഞ്ഞിട്ട്, പുള്ളി എൻ്റെ ബഡ്ഡിയാണ്, എന്നെക്കാൾ ഏജ് ഉണ്ട്, പക്ഷേ വൈബ് മനുഷ്യനാണ്. മൂപ്പര് ഇൻ്റർനെറ്റ് കഫേ തുടങ്ങുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്നത്തെ പോലെ ഒരു മറ്റേ ജിയോ കിയോ ഒന്നും ഇല്ല കേട്ടോ. പുള്ളിയാണ് ഫാസ്റ്റ് നല്ല കുറച്ച് സ്പീഡുള്ള ഇൻ്റർനെറ്റിൽ ഒരു ഇത് കൊണ്ടുവരുന്നത്, ഇൻ്റർനെറ്റ് കഫേ കൊണ്ടുവരുന്നത്. ആൻഡ് അപ്പോൾ ഇവിടെ പോകുമ്പോൾ എന്താ വെച്ചാൽ ഇന്നത്തെ ജിയോൻ്റെ സ്പീഡിൽ നമുക്ക് ഈ സാധനങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധനങ്ങൾ കാണാം, ഇൻഫർമേഷൻ എടുക്കാമല്ലോ. അങ്ങനെ ഇവിടെ പോകുമ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ പരസ്യങ്ങൾ അതും ഇതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ചെയ്തെടുക്കണമെന്ന് പോലും നമുക്ക് അറിയണ്ടാവില്ല. അതായത് എന്താ സെർച്ച് ചെയ്യേണ്ടതെന്ന് പോലും അറിയണ്ടാവില്ല. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ബ്രാൻഡ് ഏതേനി, അർമാനിയാന്ന് തോന്നുന്നുണ്ട്. അർമാനീൻ്റെ ഒക്കെ പരസ്യം എനിക്ക് ഓർമ്മയുണ്ട്. ഡേവിഡ് ഗാൻഡിയാണ് അന്ന് അതിൽ മോഡലായിട്ടുള്ളത്. ആൻഡ് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹരാണ്. കാരണം ഇത് ഭയങ്കര ഇങ്ങനെ ഒരു സാധനം, കണ്ടന്റുകൾ അവൈലബിൾ അല്ലല്ലോ, ഇൻ്റർനെറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കണ്ടന്റുകൾ അവൈലബിൾ അല്ല. സോ ഇതിങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ആവേശം കൊള്ളും, ഡേവിഡ് ഗാൻഡിൻ്റെ സാധനം ഇത്. എന്നിട്ട് ഇതൊക്കെ എന്താ വെച്ചാൽ ജർമ്മൻ ഫിറ്റും അതും ഇതൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് നമ്മളന്ന് മെലിഞ്ഞ് ചെറിയൊരു കോലത്തിലല്ലേ, ഇപ്പോൾ ഈ ഫിറ്റൊന്നും എന്തായാലും പറ്റില്ല. പക്ഷേ ഈ ഗാർമെൻറ്റ്സ് ഇവിടെ എടുക്കും എന്നുള്ളതാണ് പ്രശ്നം. ഡെനിമൊക്കെ കിട്ടണമെങ്കിൽ ഈ സ്ഥലങ്ങളേ ഉള്ളൂ, പിന്നെ കുറേ ഉള്ള സ്ഥലങ്ങളുള്ളത് ഞാൻ പറഞ്ഞുതരാം, അത് കുറച്ച് അടിപൊളിയാണ്. അങ്ങനെ ലിമിറ്റഡ് സാധനങ്ങൾ, ലിമിറ്റഡ് സ്ഥലങ്ങൾ ഒക്കെ ഉള്ള സമയത്ത് നമ്മളിതിങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അങ്ങനെ അന്ന് വേറെ പണിയൊന്നുമില്ല, ഇതാണ് പണി. ആൻഡ് ഇത് നമ്മൾ ചെയ്യുന്ന അത്രേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ വേറെ പരിപാടികൾ. എന്തിനാ ഡ്രസ്സ് ഇട്ടിട്ട് ലുക്കാക്കി നടക്കണമെന്ന് വെച്ചാൽ ഒന്നുമില്ല, വെറുതെ തേരാപ്പാര നടക്കുക. ആൻഡ് ഈ സാധനം ഡേവിഡ് ഗാൻഡിൻ്റെ സാധനം കുറേ തപ്പിപ്പോയി കിട്ടിയില്ല. അങ്ങനെയാണ് ഞാനൊരു ട്രെയിലർ കാണുന്നത്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. അന്നേ അന്ന് CD ഒക്കെ ഉണ്ട്, DVD. അന്ന് DVD ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 1, 2, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 1, 2, ഫാസ്റ്റ് 2 ഫ്യൂരിയസ്, ടോക്കിയോ ഡ്രിഫ്റ്റ്, ഇത് 3 ഉള്ളത്. സോ ഇതിലൊക്കെ കോമൺ ആയിട്ട് ഫാസ്റ്റ് 2 ഫ്യൂരിയസും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസും മാത്രമേ പോൾ വാക്കർ ഉള്ളൂ. ടോക്കിയോ ഡ്രിഫ്റ്റിൽ മറ്റേ ചങ്ങായ. അപ്പോൾ ഇതിലൊക്കെ ഒരു സാധനമുണ്ട്, പ്ലെയിൻ ടീഷർട്ട്. അപ്പോൾ ഇതിലൊരു ഭംഗിയുണ്ട്, പ്ലെയിൻ ടീഷർട്ടിനൊരു ഭംഗിയുണ്ട് നമുക്ക് തോന്നി. ഞാനെൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അനൂപ് എന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ കുറേ ആൾക്കാർ അങ്ങനെ, മഞ്ജിത്ത്, ഡാനിഷ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഇതിങ്ങനെ ഈ പടം അല്ലെങ്കിൽ പോൾ വാക്കറിനെ ഭയങ്കരമായിട്ട് നമുക്ക് ആരാധന തോന്നുന്നു, ഇഷ്ടപ്പെടുന്നു. കാർ ഇൻവോൾവ്ഡ് ആണ്, സ്റ്റൈൽ ഇൻവോൾവ്ഡ് ആണ്, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ പോൾ വാക്കറിൻ്റെ പ്ലെയിൻ ടീഷർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള, അറിഞ്ഞൂടാ, ജോക്കിയിലുണ്ട് സാധനം, തൊട്ടപ്പുറത്തെ വളവിൽ ജോക്കിയിൽ സാധനം ഉണ്ട്, പക്ഷെ അറിയില്ല, ഇൻഫോർമേഷൻ ഇല്ല. ഞാൻ ഇന്ന് പറഞ്ഞ പോലെ ഇന്നിപ്പോൾ പ്ലെയിൻ ടീഷർട്ട് അടിച്ചെടുത്താൽ മതി, വെള്ളയമേൽ പച്ച കുത്തുള്ള ടീഷർട്ട് അടിച്ചാൽ നിങ്ങൾക്ക് സജഷൻ വരില്ലേ. അന്ന് എന്ത് സജഷൻ, അന്ന് ചാൾസാറിൻ്റെ അവിടെ പോയി തപ്പിയാലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല നമ്മൾ ഉദ്ദേശിച്ച സാധനം. അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ്. സോ
അങ്ങനെ പോൾ വാക്കറിൻ്റെ ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന് അതിൻ്റെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തൊരു സാധനം കൂടി ഏതാണെന്നറിയോ? നമുക്ക് അതിൻ്റെ കൂടെ അടിപൊളിയായിട്ട് തോന്നിയൊരു സാധനം ഇനി ഓൾഡ് സ്കൂള്, വാൻസ് ഓൾഡ് സ്കൂള്. സോ വാൻസ് ഓൾഡ് സ്കൂള് അന്ന് കിട്ടാൻ എവിടെ കിട്ടും? ഇമ്പോർട്ടഡ് സാധനമല്ലേ. ഇന്ന് പിന്നെ അതിന് ശേഷം വാൻസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആൾക്കാർ ചാത്തനൊക്കെ ഇറക്കി തുടങ്ങി. അന്ന് ഈ സാധനം കിട്ടാനില്ല. പക്ഷെ എന്നാലും എന്തുണ്ട്, ഈ ഡാമേജ്ഡ് സാധനങ്ങൾ എത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇനി അവിടെ ഇവിടെ ഷോപ്പുകൾ അതും ഇതൊക്കെ ആയിട്ട്. ആൻഡ് ഭയങ്കര റേറ്റാണ് അതിന്. പക്ഷെ എന്നാൽ ഈ സാധനം കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മൾ ഈ കണ്ടിഷ്ടപ്പെട്ട് ഇനി ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. ഇത് തപ്പുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. പക്ഷെ ഈ തപ്പലൊക്കെ ഭയങ്കര രസമാണ്. തപ്പാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വണ്ടിയൊക്കെ എടുത്ത് പോയി ബസ്സിലൊക്കെ പോയി, പിന്നെ ഷോപ്പുകളൊക്കെ കയറി ഇറങ്ങി. ആരെങ്കിലുമൊക്കെ പറയാം ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട്, ഞാൻ ഒന്ന് പോയപ്പോൾ കണ്ട്, ഇല്ലാത്തതും പറയും ഉള്ളതും പറയും, എന്നിട്ട് അവിടെ പോയി നോക്കൂ. അങ്ങനെയൊക്കെ എനിക്ക് കഥ. അപ്പോൾ അങ്ങനെ ഈ സാധനം കുറേ തപ്പി ലാസ്റ്റ് ഈ ജോക്കിൻ്റെ ടീഷർട്ട് ഞാനാണ്. ഇപ്പം ഞാൻ ഒരു ഇതേപോലെ ടൗണിൽ എവിടെയോ പോകുമ്പോൾ ഒരു ആക്സിഡൻ്റലി കാണുന്ന, എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട്. നമ്മൾ അരയടുത്ത് പാലം ആ ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ജോക്കിൻ്റെ എപ്പോഴും ഉണ്ടെന്നുണ്ട്. ആൻഡ് അവിടെ ഞാൻ ഡമ്മീമേൽ ഇട്ടിട്ടാണ് ആദ്യമായിട്ട് പ്ലെയിൻ ടീഷർട്ട്. ഇത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നും കേട്ടോ. അത് ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറി ഭയങ്കര കോമഡിയാണ്. പക്ഷേ അത് ഞാൻ ആക്സിഡൻ്റലി കാണുമ്പോൾ ഞങ്ങൾ തപ്പി നടക്കുന്ന സാധനം ഇതേ ആ സാധനം ഉണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ പ്ലെയിൻ ടീഷർട്ട് നേരെ കയറുന്നു. പൈസയൊന്നുമില്ല, ജസ്റ്റ് ചോദിച്ച പോലെ പറഞ്ഞ് അങ്ങനെ ഈ ഖ്യാതി കളറുകളുണ്ട് മക്കളെ, ഏത് കളർ വേണം? മൂപ്പര ഒരു അടിപൊളി മനുഷ്യൻ. എനിക്ക് മൂപ്പരെ ഓർമ്മ ഉണ്ട്, ഒരു ചേനത്തലയൊക്കെ ആയിട്ട് കണ്ണട വെച്ചിട്ടൊരു പുള്ളി. അങ്ങനെ ഞാൻ സാധനം കാണുന്നു, ഞാൻ ഇൻഫർമേഷൻ കൊടുക്കുന്ന എല്ലാവർക്കും, വി ഫൗണ്ട് ഇറ്റ്. അങ്ങനെ കുറച്ച് എന്താണ് എല്ലാവരും ഇങ്ങനെ ഒരു സാധനത്തിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നു. എല്ലാവരും ഈ സാധനം വാങ്ങുന്നു. അന്ന് എനിക്ക് തോന്നുന്നു എത്ര അറിയാം, 349 449 എങ്ങാനാ, അല്ല 400 ഇല്ല 349 എങ്ങാനാ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300 സംതിങ് ആണ് അന്ന് ജോക്കി പ്ലെയിൻ ടീഷർട്ടിന്. ഇന്ന് 600-700 റുപ്യ സാധനത്തിന്, ഡബിളാണ് വില. ആൻഡ് ഈ സാധനം ഫൈൻഡ് ഔട്ട് ചെയ്ത് എല്ലാവരും വാങ്ങി. പിന്നെ അടുത്ത പ്രശ്നം എന്താ പറയുക, പോൾ വാക്കർ ഈ കാറിൻ്റെ പടമാണല്ലോ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. അപ്പോൾ ഇതിൽ സംഭവം എന്താണ്, ക്ലച്ച് ചവിട്ടി ഗിയർ മാറ്റുന്ന സാധനം ഉണ്ടല്ലോ. മാനുവൽ വണ്ടികളുടെ സ്പോർട്സ് റേസ് ആണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഈ ക്ലച്ച് ചവിട്ടുമ്പോൾ ഇതിനൊരു റേസിൻ്റെ സമയത്ത് ഒരു ബൂസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഷൂ കാണിക്കും. മേ ബി കൈൻഡ് ഓഫ് അതിൻ്റെ മാർക്കറ്റിംഗ് കൂടി ആയിക്കോട്ടെ, എനിക്കറിയില്ല. ആൻഡ് ഇത് ഭയങ്കര ഹരാ. കാരണം ഇഷ്ടം വരുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് എല്ലാം ഇഷ്ടമുള്ളതുകൊണ്ടാണ്. പോൾ വാക്കർ ഇഷ്ടമാണ്, കാറുകൾ നമുക്ക് അതിലും കൂടുതൽ ഇഷ്ടമാണ്. ആ ഒരു സാധനം കൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്, ഇതിനോടൊരു ആവേശം വരുന്നത് കൊണ്ടാണ്. ആൻഡ് അങ്ങനെ ഇത് കിട്ടണം, ഈ സാധനം എവിടെന്നെങ്കിലും ഒപ്പിക്കണം എന്നുള്ള മൈൻഡായി. ഫൈൻഡ് ഔട്ട് ചെയ്ത് ആൾക്കാർ പിന്നെ അതിൽ കുറേ സംഭവം ഉണ്ട്, ആൾ പറഞ്ഞു കൊടുക്കൂല. നല്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കിട്ടാനില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, അപ്പോൾ ഇങ്ങനെ ഒരു ഷൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഞാൻ വിചാരിക്കുക. അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ പറയൂല. ചിലപ്പോൾ അവിടെ നിന്ന് ഒരു മോഡൽ ചിലപ്പോൾ വാങ്ങും, എന്നിട്ട് അടുത്ത മോഡൽ എന്ത് ചെയ്യുന്നറിയോ അവിടെ വെച്ചിട്ട് പോരും. ഇനി എപ്പോഴെങ്കിലും പോയി വാങ്ങാന്നൊക്കെ, ഓൻ കിട്ടരുത് എന്നൊക്കെയുള്ള മൂഡ് അങ്ങനെയൊക്കെ ഉണ്ടേനി. അങ്ങനെ നമ്മളെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊന്നും ആരുമില്ല, പക്ഷേ അങ്ങനത്തെ ചെക്കന്മാരൊക്കെ നമുക്കറിയാം. അങ്ങനെ അന്ന് ഞാൻ പറഞ്ഞ അവൈലബിലിറ്റി ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം, മനസ്സിലായില്ലേ. പിന്നെ യുണീക്കായിട്ട് സാധനങ്ങൾ, വൃത്തിയുള്ള സാധനങ്ങളാണ് കേട്ടോ അന്നൊക്കെ. ഈ കുറേ മോഡൽസ് ഉണ്ട്. ഇനി ഓൾഡ് സ്കൂള് ഇറ എന്ന് പറയുന്ന മോഡലുണ്ട്. ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. വാൻസിൻ്റെ ഇപ്പോഴും ഉണ്ട് സൈറ്റിലൊക്കെ ഇപ്പോഴും ഉണ്ട് ഇറ മോഡൽ. അങ്ങനെ എനിക്ക് പിന്നെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു, ഇപ്പം ബിഗ് ബസാറുള്ള സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ബസാറുള്ള ആ ഷോറൂം പണ്ട് കൂപ്പൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റ്. ഒരു 4 ഫ്ലോറ് ഫുള്ള് ടീഷർട്ട് വന്ന അങ്ങനത്തെ ഒരു സാധനമൊക്കെ വരുന്ന ആദ്യമായിട്ടാണ്. ഫോക്കസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഫോക്കസ് മാളാണ് ആദ്യത്തെ മാള്. ആൻഡ് ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ. അതായത് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ടല്ലോ, ഏത് ഒരു ഫ്ലോറിൽ ആണുങ്ങൾക്ക്, ഒരു ഫ്ലോർ പെണ്ണുങ്ങൾക്ക്, ഒരു ഫ്ലോർ കിഡ്സ്, ഒരു ഫ്ലോർ ഫുട്വെയർ, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂപ്പൺസ് ആണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഇൻഫർമേഷൻ കറക്റ്റാണ്, എനിക്ക് ഇനി ഞങ്ങൾക്ക് അറിയിട്ടാണെന്ന് അറിയില്ല കേട്ടോ. ആൻഡ് എന്തായാലും നമുക്കൊക്കെ കയറി നിരങ്ങി നടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കാണിച്ചു തരുന്നത് ഈ കൂപ്പൺസാണ്. അങ്ങനെ ഞാൻ എന്തോ ഒരു കാര്യത്തിന് ഇങ്ങനെ പോകും, വെറുതെ ഈ ഒരു പണിയില്ലെങ്കിൽ ഈ ഡ്രസ്സ് തപ്പി നടക്കല പരിപാടി. ടൗണിൽ പോകാന്ന് പറഞ്ഞാൽ ഹാങ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് ഈ ഫോക്കസ് മാൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ ഈ മാളുകളിലൊന്നും പോയി വിളിച്ച് നിൽക്കാനുള്ളൊരു സ്ഥലം, പിന്നെ AC-ൻ്റെ ഉള്ളിൽ നിൽക്കാന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളൂ. നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ആവേശം. ടൗണിൽ പോകാന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനത്തെ കുറച്ച് വൈബ് എടുക്കാന്നുള്ളതാണ് അന്നത്തെ. പൈസ ഒന്നും ഇല്ലല്ലോ, 5-ൻ്റെ പൈസ. ടൗണിൽ പോകാനുള്ള ബസ്സിൻ്റെ പൈസ ഉണ്ടാവും, തിരിച്ചു വരാനുള്ള ബസ്സിൻ്റെ പൈസ ഉണ്ടാവും, ഒരു കുപ്പി വെള്ളത്തിൻ്റെ പൈസ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അന്നത്തെ ടൈം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ എന്താ പറയുക, നേരെ കൂപ്പൺസ് പോകുന്നു. കൂപ്പൺസിൽ ഇതേപോലെ ഒരു ഇറ മോഡൽ 6 ആണ് സൈസ്. എങ്ങനെയോ ഏതോ ഒരാൾ ഇത് കുറച്ച്
ഇറാ മോഡലിന് പഴയ മോഡലിന് ഒരു പ്രശ്നമുണ്ട്. അടിപൊളി ക്യാൻവാസ് ക്ലോത്ത് ആണ്, ഭയങ്കര ക്വാളിറ്റി ഉള്ള ക്യാൻവാസ് ക്ലോത്ത് ആണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, സെക്കൻഡേ, അടിപൊളി ക്യാൻവാസിൻ്റെ ക്ലോത്ത് ആണത്. പക്ഷേ ഇതിൻ്റെ ഒരു അപ്പർ ഭയങ്കര അടിപൊളിയാണ്. എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്ന ക്യാൻവാസ് ക്ലോത്ത് ഭയങ്കര ക്വാളിറ്റിയാണ്. അതിന് ഭയങ്കര നമുക്ക് ഫീൽ ചെയ്താൽ തന്നെ ഒരു ഭയങ്കര ടഫറായിട്ടുള്ള ഒരു ക്ലോത്ത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇതൊരു ഒരു ലേഡീസ് ഷൂ പോലെ ഫീൽ ചെയ്യും. ഇറാ മോഡൽ യൂസ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറിയാം. അതായത് ഒരു യൂണിസെക്സ് ഷൂ ആണ്, പക്ഷേ ഇറ്റ് ഡസൻ ഫീൽ ലൈക്ക് ഒരു മാൻലി ആണെന്ന് തോന്നൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ ഇത് കണ്ടിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഇതിന് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ ഒഴിവാക്കിയിട്ട് പോയതായിരിക്കണം. അങ്ങനെ ഞാനിത് വളരെ ആക്സിഡൻ്റലി ഞാനിത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. കാരണം എനിക്ക് തോന്നുന്നു അന്ന് അതിന് 1900 റുപ്യ, ഞാൻ അന്നത്തെ പറയുന്നത് 1900-നൊക്കെ ഷൂ വാങ്ങി എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു കാല് ചവിട്ടി പിടിച്ച് മറ്റേ കാലം കൊണ്ട് വലിച്ചു കീറും. ഞാൻ എവിടെ നിന്നൊക്കെയോ കള്ളത്തരൊക്കെ പറഞ്ഞു, ടൈപ്പാണ് എന്തൊക്കെയോ പറഞ്ഞ് ഈ സാധനം ഒപ്പിച്ച്, പൈസയാണ് ഒപ്പിച്ച് ചെന്ന് നോക്കുമ്പോൾ 6 സൈസ് 6.5. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു 7 ആണ് എൻ്റെ സൈസ്. എന്നാലും ഇത് ആഗ്രഹമാണല്ലോ, വാങ്ങി ഒന്നും നോക്കിയില്ല. ബ്ലാക്ക് കളർ വാങ്ങിയപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ കാലിൻ്റെ വിരൽ ഇങ്ങനെ, അപ്പം വിരൽ ഇങ്ങനെ, അങ്ങനെ ഒരു ഫീല്. നോ പ്രോബ്ലം, കാരണം വീണ്ടും ആഗ്രഹം. കാലൊക്കെ ഇത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം കീഴടക്കുന്ന കാര്യമാണല്ലോ. സോ അങ്ങനെ ഈ സാധനം വാങ്ങി ഇത് ഇട്ട് ഇങ്ങനെ ചളിയും തെറിപ്പിച്ച് നടക്കലായി കുറേ. അങ്ങനെ അത് ഭയങ്കര ഒരു അനുഭവം. അങ്ങനെ ഒരു സാധനം ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. നമ്മൾ ഇങ്ങനെ ഒരു സാധനം എന്താണ് ഇങ്ങനെ ഒരു സാധനം തപ്പിയെടുത്ത് നമ്മൾ എന്താണ് കണ്ടുപിടിച്ച് ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ ഞാൻ വളരെ പ്രൗഡായിരുന്നു. ആൻഡ് ഇതാണ് പണ്ടത്തെ എൻ്റെ ഒരു ഓർമ്മയിലുള്ള ഒരു ട്രെൻഡിൻ്റെ സാധനം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രാൻഡിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ പറഞ്ഞു വന്നതാണ്, ഇത്തരം ഇൻഫോർമേഷനൊക്കെ പണ്ടുണ്ടേന്. ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ പക്ഷേ അന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. നമുക്ക് ഡ്രസ്സിങ്ങിന് എന്താണ് വേണ്ടത്, നമുക്ക് എന്താണ് കംഫർട്ടബിൾ എന്നൊക്കെ ഉള്ള ഞാൻ ഭയങ്കര മെലിഞ്ഞ് കറുത്തിട്ടൊരാളേനി. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല, തടിയുണ്ട്, കറുപ്പ് അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് മെലിഞ്ഞ് കറുത്ത് കഴിഞ്ഞാൽ അന്ന് ഭയങ്കര ബോഡി ഷേമിങ് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഓരോ പേരൊക്കെ വിളിക്കുക ആൾക്കാർ, നമുക്ക് സങ്കടം തോന്നിയെങ്കിലും പിന്നെ ഇതിനോട് യൂസ്ഡ് ആവും. അപ്പോൾ പിന്നെ ആകെ ഞാൻ ആലോചിക്കുന്നത് ചില തളരുന്ന പരിപാടിയില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതെനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ അറിയോ, ഞാൻ നാട്ടിലെ സൗഹൃദം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ബുള്ളിങ് എന്തായാലും ഉണ്ടാവും, പക്ഷേ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകമായിരിക്കും, ഇപ്പോഴും ഉണ്ട്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല വിളിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് നമുക്ക്. ലൈക്ക് കരയാണ്ട് ചിരിച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കൊല്ലലാക്കുമ്പോഴുള്ള. സോ അങ്ങനെ ബോഡി ഷേമിങ് ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ എനിക്കൊരു കാര്യം ഇനി എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുള്ളൂ. ഓക്കെ, പോയി കളറൊന്നും ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഐ ഹാവ് ടു ഫിഗർ ഔട്ട് ബോഡി ഷേമിങ് നിന്ന് രക്ഷപ്പെടുന്നു. ആൻഡ് ഞാൻ ഇതിന് പറ്റിയ രീതിയിൽ, അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര കൺസേൺ ഉണ്ട്. ലൈക്ക് എനിക്കെന്ത് ഡ്രസ്സ് ചേരും, അല്ലെങ്കിൽ ഇത് ആൾക്കാർ ഇട്ട് കഴിഞ്ഞാൽ. പണ്ടെങ്കിൽ ഓർമ്മയുണ്ട്, ഞാൻ പിന്നെ +2 ഒരു മഞ്ഞ ചെൽസിയൻ്റെ ഷൂ ഒക്കെ ഭയങ്കര വിവിഡായിട്ടുള്ള ഓർമ്മകളാണ്, പക്ഷേ ആക്യുറേറ്റ് ഓർമ്മകളാണ്. ടൗണിൽ പോയി നമ്മൾ അങ്ങനെ ഒരു ട്രെൻഡി ആവണം, ഞാൻ കുറച്ച് വെറൈറ്റി ആവണം എന്നുള്ള സ്ഥലത്ത് മഞ്ഞ ഷൂ വാങ്ങി ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ പല സുഹൃത്തുക്കൾക്ക് ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ ഇത് പറയുമ്പോൾ. ആൻഡ് ഇതിട്ട് +2 അല്ലേ, +1 ആണ് അങ്ങോട്ട് ചെന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇത് കാണാനൊക്കെ ആൾക്കാർ ഓടി വന്നാണ്. കാണാന്ന് പറഞ്ഞാൽ കറുത്ത കാലാണല്ലോ, അതിൻ്റെ മുകളിൽ മഞ്ഞ. ഇതൊരു ഭയങ്കര എനിക്ക് എൻ്റെ കാര്യം പറയുന്നുണ്ട് ഞാനിങ്ങനെ ഇതാക്കി പറയുന്നത്. ആൾക്കാരിങ്ങനെ മറ്റേ സാധനം ഉണ്ടല്ലോ, സിംഹവാലം കുറയ്ക്കാനൊക്കെ കാണാൻ വരുന്ന മാതിരി ക്ലാസ്സിലേക്ക് കാണാൻ വന്നിട്ട് ചിരിച്ചിട്ട് കളിയാക്കി പോയി എനിക്ക് ഓർമ്മയുണ്ട്. ആൻഡ് അന്ന് ഐ ഡോണ്ട് ഫീൽ എനിത്തിങ്. എനിക്ക് അങ്ങനെ ഒരു ഷെയിംഡ് ആയിട്ടിലേക്ക് നമ്മൾ കൂളാണ് അതിനോട്. കാരണം എന്താ വെച്ചാൽ നാട്ടിൽ ഇതിലും വലിയ കൊലപാതകം നടത്തുകയാണ് ചെയ്യുക. പക്ഷെ നമ്മൾ ഭയങ്കര സൗഹൃദം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈസി പീസി. സോ പക്ഷേ ഞാൻ പറഞ്ഞ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം വരും, എനിക്കെന്താണ് ചേരുക എന്നുള്ളത് നമ്മൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കും. ആൻഡ് അത് ഓവർ ടൈം ഡെവലപ്പ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അത്ര മോശം ഡ്രസ്സ് ധരിക്കുന്ന ഒരാളല്ല എന്ന് ഇപ്പോഴും എനിക്ക് തോന്നും. ഞാനങ്ങനെ എല്ലാ ടൈപ്പ് ഡ്രസ്സും അല്ലെങ്കിൽ ഫിറ്റിങ്സ് ഉള്ളത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ധരിക്കുന്ന ഒരാളാണ്, പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേട്ടോ. സോ അത് കുറേ ഓവറായി പോയിനും കുറേയൊക്കെ. പക്ഷേ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ചെയ്യലൊക്കെ ഉണ്ടേനി, ഒരു പ്രായത്തിൻ്റെതാണല്ലോ. ആകെ അതൊക്കെ എനിക്ക് ഡോപ്പമിൻ ഹിറ്റ് കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെ ആയിരിക്കണം. സോ ദാറ്റ് വാസ് ഇറ്റ്. ട്രെൻഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ട്രെൻഡല്ല നമ്മളെ ഡ്രസ്സിൻ്റെ. സോ അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഫേസ് ചെയ്തിട്ട് അത് എന്തെങ്കിലും ചെയ്തിട്ട് മാറ്റണം എന്നുള്ള ഒരു ഐഡിയ നിന്നാണ് വരുന്നത് ഈ ബ്രാൻഡ് ഉണ്ടാകുന്നത്, ഫെയ്ത്ത് ഇൻ എർത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡ്. സോ അത് എനിക്ക് ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു സാധനം ഉണ്ടാവുമല്ലോ, ഓക്കെ അന്ന് ആ ഹേർട്ട് ചെയ്യപ്പെട്ട ഒരു 10-16 വയസ്സുള്ള ഒരുത്തൻ്റെ ഒരു സങ്കടം ഉണ്ടാവും ഉള്ളിൽ. മേ ബി ഐ ഡോണ്ട് നോ.
അപ്പം അങ്ങനെ അങ്ങനെ ഒരു ഷെയ്മിങ് കണ്ടീഷന് ആൾക്കാർക്ക് വരുന്നതിലേക്ക് ഐ നോ ദാറ്റ് എനിക്ക് ഭയങ്കര, പക്ഷെ എനിക്ക് ഭയങ്കര ബ്രീത്തബിൾ ആയിട്ടാണ് തോന്നിയത്. ലൈക്ക് നമുക്ക് ഇമ്പ്രസ് ചെയ്യാനൊന്നും ആരുമില്ല. അങ്ങനെ ഒരു പ്ലെയിൻ ടർഫല്ലേ കിട്ടുക, ഇമ്പ്രസ് ചെയ്യണ്ട ആരെയും, നമുക്ക് തോന്നുന്ന പോലെ നമുക്ക് എന്തും ചെയ്യാം. കോമാളിയാണോന്ന് വെച്ചാൽ അല്ല, അങ്ങനെ ആൾക്കാർ കോമാളിത്തരത്തിനൊന്നും ഞാൻ കൊടുക്കില്ല. പക്ഷെ എന്നാലും കൈൻഡ് ഓഫ് പീപ്പിൾ ക്യാൻ എന്തും പറഞ്ഞ് ഓനെ പേടിക്കണപ്പോൾ അതിൽ കുറേ ഗുണം കിട്ടിയ എന്താ അറിയോ, പെൺകുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മളോട് ഇടപെടും. കാരണം ഞാനൊരു ത്രട്ടല്ലല്ലോ. പ്രേമം എന്നുള്ള സാധനമില്ല, ഇമോഷൻ സാധനമില്ല. പിന്നെ കുറച്ച് ആൾക്കാർക്ക് മറ്റേ സാധനം ഉണ്ടാവും, അതായത് അങ്ങനെ എനിക്ക് തോന്നിയ ആൾക്കാരുണ്ട്. ചില കുട്ടികളൊന്നും മിണ്ടിയിട്ട് പോലില്ല 2 കൊല്ലമൊന്നും. നമുക്കത്ര അങ്ങനത്തെ ഒരു സാധനമാണല്ലോ. അങ്ങനെയൊക്കെയുള്ള ലൈക്ക് അതെല്ലാം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈസി പീസി ആണ്, നമ്മൾ വേറെ പാർട്ടിൽ സന്തോഷം കാണുന്നില്ല. സോ അങ്ങനെയൊക്കെയുള്ള ഒരു ഉള്ളിലൊരു ചിലപ്പോൾ ആ സാധനമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ലൈക്ക് ഞാൻ ആലോചിക്കുന്നത്, അങ്ങനെ ഒരു പ്രശ്നം ഒരു യങ്ങർ ആൾക്കുണ്ടെങ്കിൽ എൻ്റെ ക്ലോത്തിങ് ലൈനിലൂടെ അത് സൊല്യൂഷൻ ആണെങ്കിൽ ഭയങ്കര സംഭവമല്ലേ. സോ ചിലപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ ബാഗിയൊക്കെ ഇട്ട് കുട്ടികളൊക്കെ കാണുമ്പം എല്ലാവരും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഫീൽ ചെയ്യും. സോ അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഫെയ്ത്ത് ഇൻ എർത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ക്ലോത്ത് ഭയങ്കര അടിപൊളി ഫിറ്റിംഗ് ആണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത ടൈലർ അടിപൊളിയാണ്. അപ്പം അയാളെ ഇൻഫർമേഷൻ എടുക്കും, അയാളത് അങ്ങനെ കുറേ സാധനം ഉള്ളതുകൊണ്ടാണ് ബ്രാൻഡിൻ്റെ ഇതിൽ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത്. ആൻഡ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ കൊടുക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര വലിയൊരു സംഭവമായിട്ട് തോന്നും. അതാണ് ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രൈസ് ആൾക്കാർ കുറയ്ക്കുമോ എന്ന് ചോദിക്കുമ്പം ഈ പ്രശ്നമുള്ള ആളുകളാണല്ലോ. ഇപ്പം ഞാൻ എൻ്റെ വെറുതെ ഒരു ആഡ് റൺ ചെയ്തു, അങ്ങനെയാണ്. നിങ്ങളിങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ സൊല്യൂഷൻ. അങ്ങനെ ഒരു ആഡ് റൺ ചെയ്തുകൊണ്ട് തന്നെ ഈ ആൾക്കാർ എന്നോട് ഇത് എൻക്വയറി ചെയ്യുമ്പം ഐ നോ ഞാനത് അനുഭവിച്ച ഒരാളായതുകൊണ്ട് ഐ ഫീൽ ലൈക്ക് ഓക്കെ ദിസ് ഗൈ നീഡ് ദിസ് എന്നുള്ള ഒരു സാധനമുണ്ട്. അപ്പോൾ പ്രൈസ് ഭയങ്കര വലുതായിട്ടൊന്നുമല്ല പ്രൈസ് ഞാൻ കൊടുത്തത്, ചെറിയ പ്രൈസ് തന്നെയാണ്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ്, അയാൾക്ക് ആ പ്രശ്നമുണ്ട്, അയാൾ ആ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. സോ ബ്രാൻഡ് കൊണ്ട് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് മാത്രമല്ല ആ പ്രശ്നം സോൾവ് ചെയ്യാന്നുള്ളതാണല്ലോ. അത് ആ വില കൊണ്ട് എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ ആലോചിച്ചതിലൊരു പോയിന്റ് ഇല്ലല്ലോ എന്നുള്ള ചിന്തയാണ് ഞാനിപ്പോൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഡയലോഗിലേക്ക് എന്നെ കോപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്നത്. സോ ഐ എം കൺഫ്യൂസ്ഡ്. പക്ഷേ സൂൺ ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി കഠിനമായിട്ട് ശ്രമിക്കും. ആൻഡ് ഐ ഡോണ്ട് നോ, ഇതൊരു ജേണിയാണ്. ഇതാണ് ആദ്യത്തെ വ്ളോഗ്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ് ഒരു പരസ്യം ഞാൻ ചെയ്തത്. ആൻഡ് ഈ വീഡിയോസ് ആയിരിക്കും എൻ്റെ ബ്രാൻഡിൻ്റെ ജേണി എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഇടയിൽ കുറച്ച് കൊന്താളിപ്പുകളൊക്കെ കാണിക്കാം. ഓക്കെ, കറക്റ്റ് ആൻഡ് ലൈൻ അടിപൊളി. സോ ദിസ് ഈസ് ഇറ്റ്. ലോങ്ങർ വീഡിയോ ആണ്, താല്പര്യമുള്ള ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ. ആൻഡ് ദിസ് ഈസ് മീ. കുറേ ഇൻഫർമേഷനല്ല, ഒക്കെ പഴയ കഥകളാണ്, നല്ല രസമുള്ള കഥകളാണ്. ഇതേപോലെ കുറേ കഥകൾ എൻ്റെ കയ്യിലുണ്ട് ഇനിയും. കുറേ സ്റ്റഫുള്ള മനുഷ്യനാണെന്ന് പറയുന്ന പോലെ. ആൻഡ് ഫെയ്ത്ത് ഇൻ എർത്ത് ബ്രാൻഡ് ഫോളോ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് സപ്പോർട്ടിങ് മീ, ഷെയർ ചെയ്യുക. ആൻഡ് സൂൺ ഓർ ലെറ്റർ ഞാനിത് സോൾവ് ചെയ്യുന്നൊരു സാധനം ഫൈൻഡ് ഔട്ട് ചെയ്യും, ഈ പ്രോബ്ലം. ആൻഡ് ഒരു ബ്രാൻഡ് എന്നുള്ളതിനപ്പുറം ഇതേപോലെ ഒരു സൊല്യൂഷൻ ഉള്ള സാധനമായിട്ട് എൻ്റെ അടുത്ത് കുറേ ക്രേസി ഐഡിയാസ് അല്ല, ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള കുറേ ഐഡിയാസ് ഉണ്ട് ഡ്രസ്സിങ്ങിൽ തന്നെ കേട്ടോ. അതായത് യൂട്ടിലിറ്റി പ്ലസ് കാഷ്വൽ സ്റ്റൈലിഷ് വെയർ എന്നുള്ള. ഞാൻ ഇപ്പോൾ കുറേ ബ്രാൻഡിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നും. ഈ കൊളംബിയ ബ്രാൻഡൊക്കെ കാണുമ്പം എനിക്ക് ആ ബ്രാൻഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതൊരു യൂട്ടിലിറ്റി സാധനമാണ്. ദർ സോൾവിങ് എ പ്രോബ്ലം. അപ്പം അതിൽ സ്റ്റൈലിഷ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര രസമല്ലേ. അപ്പം അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റുകൾ, അങ്ങനെ ഞാൻ പറഞ്ഞാൽ അവിടെ ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. ചിലപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് വെയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത, ബ്രാൻഡിന് കുറ്റം പറയുന്നല്ല കേട്ടോ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. സോ അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കുറേ ഐഡിയാസ് ഉണ്ട് എൻ്റെ കയ്യിൽ. സോ ഐ ട്രൈ ഓൾ. ആൻഡ് ഹൂ നോസ്, ചിലപ്പം വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല. ഐ ഡോണ്ട് ഗിവ് എ ഡാം അബൌട്ട് ഇറ്റ്. നമ്മളിങ്ങനെ ജീവിച്ചെന്നുള്ളതിൻ്റെ കുറേ തെളിവായല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. സോ അതുകൊണ്ട് ചാനൽ ഫോളോ ചെയ്യുക. ആൻഡ് അടുത്തതിലൊരു അടിപൊളി സ്റ്റോറിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. നല്ല കിടിലൻ, എൻ്റെ പഴയകാല ഓർമ്മകളിൽ നിന്ന് ചീകിയെടുത്ത ഒരു സ്റ്റോറി. സോ താങ്ക് യു.